OTT സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2023 ഇറങ്ങിയ ഹേമന്ത് ജി നായർ സംവിധാനം ചെയ്ത ഹിഗ്വിറ്റ എന്ന സിനിമ. ഒരു സിനിമയുടെ തുടക്കം തൊട്ട് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ സിനിമ എത്തിയത്. സുരാജ് വെഞ്ഞാറമൂട്, ധ്യാൻ ശ്രീനിവാസൻ, മനോജ് KGN, ബിനു പപ്പു തുടങ്ങിയ അത്യാവശ്യം താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. സിനിമയുടെ കഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ശക്തനായ ഒരു നേതാവായ സഖാവ് മുകുന്ദനിലൂടെയാണ് കഥ പറയുന്നത്. പുള്ളിയുടെ ഗൺമാനായി അയ്യപ്പദാസ് എത്തുകയാണ്. പുള്ളി പോലീസുകാരനാകാൻ ഭയങ്കര പേടിയായി അവസാനം പാർട്ടിയുടെ പിടിപാട് കൊണ്ട് പോലീസായ ഒരു വ്യക്തിയാണ് അയ്യപ്പദാസ്. പുള്ളിയുടെ ആദ്യത്തെ പോസ്റ്റിംഗ് തന്നെ ഗൺമാനായിട്ടാണ്. പേടിച്ചുകൊണ്ടാണ് പുള്ളി ഈ ജോലിക്ക് എത്തുന്നത്. പിന്നീട് നടക്കുന്ന സംഭവങ്ങളാണ് സിനിമ പറയുന്നത്. മറ്റ് എല്ലാ സിനിമകളെയും പോലെ തന്നെ കണ്ണൂരിനെ കാണിക്കുന്ന ചില സ്ഥിരം ഐറ്റംസ് തന്നെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു അയ്യപ്പദാസ് എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസനാണ്. പുള്ളിയുടെ ഒരു എന്താ പറയുക, നിർവീര്യമായ മുഖഭാവം, ഒരു വികാരമില്ലാത്തൊരു മുഖഭാവമുണ്ട്. സിനിമ മൊത്തം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം ഒരു തരത്തിൽ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. വളരെയധികം മാസ് അപ്പീലായിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ പോലെ ഒരു ഇൻട്രോയൊക്കെ കൊടുത്തിട്ടാണ് സഖാവ് മൂന്നിനെ കാണിച്ചതെങ്കിലും പിന്നീട് വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും തോന്നിയില്ല. ഭയങ്കര മോശമായ എഴുത്താണ് അതിന് കാരണം. വലിയ രീതിയിലുള്ള എക്സൈറ്റിംഗ് ഫാക്ടറൊന്നും ഇല്ല സിനിമയിൽ. മ്യൂസിക് അത്യാവശ്യം കൊള്ളായിരുന്നു, കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പക്ഷേ അത് ഉപയോഗിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവിടെ ആവശ്യമില്ലാത്ത രീതിയിൽ ഉപയോഗിച്ചു. സുരാജിൻ്റെ ഇപ്പം കണ്ടുവരുന്ന സ്ഥിരം മസിൽ പിടുത്തം വളരെ നല്ലോണം കാണുന്ന ഒരു സിനിമയായിരുന്നു ഹിഗ്വിറ്റ. ടോട്ടലി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ പോലും കാണാൻ പറ്റില്ല. എനിക്ക് ഈ സിനിമ പേഴ്സണലി ഫീൽ ചെയ്തൊരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് ഹിഗ്വിറ്റ എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്ന ഒരു OTT പടമാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.